ഖുർആൻ ഇസ്ലാം മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം. 23 വർഷത്തിലേറെയായി മുഹമ്മദ് നബിക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ദൈവിക വചനങ്ങൾ. ഇന്ന് ലോകത്ത് 200 കോടിയിലധികം ആളുകൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥം. ഇസ്ലാം മതത്തിൻ്റെ നട്ടെല്ല്. നമുക്കറിയാം, 1400 വർഷങ്ങൾക്ക് മുൻപ് മുഹമ്മദ് നബിക്ക് ദൈവത്തിൽ നിന്ന് ഇറക്കപ്പെട്ട വെളിപാട്, ദിവ്യബോധനം, ദിവ്യവചനങ്ങൾ. ആ വചനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഗ്രന്ഥമായി മാറുന്നത്? ആദ്യകാല മുസ്ലിങ്ങൾ കൊണ്ടു നടന്നിരുന്ന അതേ ഖുർആൻ തന്നെയാണോ ഇന്നത്തെ മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഖുർആൻ്റെ ചരിത്രമാണ്, അഥവാ ഈ ദിവ്യവചനങ്ങൾ നമ്മളിലേക്ക് എത്താനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചാണ്. ألف لام را تلك آيات الكتاب وقرآن مبين. ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ഖുർആൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഒരു തർക്കം ഉണ്ടായിരുന്നു. അതായത് ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളാണ്, അതുകൊണ്ട് തന്നെ ദൈവം ഉള്ളത് മുതൽ ഈ വചനങ്ങളും ഉണ്ടാകും എന്നാണ്. അഥവാ അനാദിയായിട്ട് ദൈവത്തെപ്പോലെ ശാശ്വതമായിട്ട് ഈ വചനങ്ങളും നിലനിന്നിരുന്നു എന്നാണ്. അത് പ്രവാചകന് നുബൂവത്ത് കിട്ടുന്നതോടു കൂടിയിട്ട് വെളിപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു വാദം. മറുവാദം എന്ന് പറയുന്നത് ഖുർആൻ റബ്ബിൻ്റെ സൃഷ്ടിയാണ്. അതൊരു പ്രത്യേക സമയത്ത് ദൈവം സൃഷ്ടിച്ച് പ്രവാചകനിലൂടെ ജനങ്ങൾക്കായി സമർപ്പിച്ചു എന്നാണ്. എന്തായാലും ഭൂരിഭാഗം വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ പിൽക്കാലത്ത് സ്വീകരിച്ച നിലപാട്, അത് ഖുർആൻ എന്നത് എന്നും എക്കാലത്തും നിലനിന്നിരുന്ന കലാമുള്ള ദൈവത്തിൻ്റെ ഒരു വിശേഷണമാണ്. അത് അവനിൽ നിന്ന് വേർപെടുത്താനോ സമയത്തിന് വിധേയമാക്കാനോ കഴിയില്ല എന്നാണ്. എന്നുവെച്ചാൽ അതൊരു പ്രത്യേക സമയത്ത് ഉണ്ടായതല്ല, അത് അനാദിയായിട്ട് എക്കാലത്തും ഉള്ളത് തന്നെയാണ്. പരിശുദ്ധ പ്രവാചകൻ വർഷങ്ങളോളം ജബലന്നൂർ എന്ന മലയിൽ ഹിറാ ഗുഹയിൽ പോയിരുന്ന് തപസ് ചെയ്തു. അങ്ങനെ അവിടുത്തെ 40ാമത്തെ വയസ്സിലാണ് പ്രവാചകന് വെളിപാടുണ്ടാവുകയും വിശ്വാസപ്രകാരം ജിബ്രീൽ എന്ന മാലാക വഴി അള്ളാഹു അവൻ്റെ വചനങ്ങൾ പ്രവാചകന് നേരിട്ട് അറിയിക്കുകയും ചെയ്യുന്നത്. ഇതാദ്യമായിട്ട് സംഭവിക്കുന്നത് ഒരു റമളാൻ മാസത്തിലാണ് എന്നാണ്. സുന്നികളുടെ വിശ്വാസത്തിൽ റമളാൻ മാസത്തിലാണ്. ഷിയാക്കളുടെ വിശ്വാസത്തിൽ അതുണ്ടാകുന്നത് ഇസ്രാ വൽ മിഅ്റാജിൻ്റെ സമയത്താണ്, റജബ് 27. ഇത് പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ഏതാണ്ട് 23 വർഷങ്ങൾ കൊണ്ടാണ് ഈ ഒരു വെളിപാട് വഹിയ് പൂർത്തിയാകുന്നത്. ഈ വഹിയ് വെളിപാട് 2 രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻസാൽ. ഇതിൽ ഖുർആൻ മുഴുവനായിട്ട് ജിബ്രീൽ വന്ന് പ്രവാചകന് വെളിപ്പെടുത്തിയിട്ട് പോകും. ഇതെല്ലാ കൊല്ലവും റമളാൻ മാസത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ജിബ്രീൽ വരും, ഖുർആൻ മുഴുവനായിട്ട് പ്രവാചകന് കേൾപ്പിക്കും, പോകും. ഇതാണ് ഇൻസാൽ, പെട്ടെന്നുള്ള വെളിപാട്. രണ്ടാമത്തെ രീതി തൻസീൽ, പടിപടിയായിട്ടുള്ള വെളിപാട്. ഇത് സംഭവിക്കുന്നത് 23 വർഷങ്ങൾ കൊണ്ടാണ്. 13 മക്കയിലും ബാക്കി മദീനയിലും. പ്രവാചകന് 40 വയസ്സായപ്പോൾ ഹിറാ ഗുഹയിൽ വെച്ച് തുടങ്ങും. അങ്ങനെ 23 വർഷം. വഹീൻ്റെ രീതികളെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ്റെ കാലത്ത് പരിശുദ്ധ ഖുർആൻ ഒരു പുസ്തക രൂപത്തിൽ ഇല്ല. അന്നത്തെ കാലത്ത് ഇത് ചൊല്ലിക്കേട്ടും കേൾപ്പിച്ചുമാണ് മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുത്തിരുന്നത്. നോക്കി പാരായണം ചെയ്യൽ കുറവാണ്. മനഃപ്പാടമാക്കിയത് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഗ്രന്ഥരൂപത്തിലേക്ക് പരിണമിച്ചെത്തും എന്നുള്ള ഒരു ചിന്ത സ്വഹാബാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഒരു ഗ്രന്ഥം എന്ന രീതിയിൽ പല സ്ഥലത്തും ഖുർആനിൽ തന്നെ പരാമർശം ഉണ്ട്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ. അറബിയിൽ കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം, ഗ്രന്ഥം എന്നൊക്കെയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്നത്, കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടത്. പ്രവാചകനും അത്തരത്തിൽ
കിതാബ് എന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു. പ്രവാചകൻ്റെ കാലത്ത് ഇത് ഈന്തപ്പന മരത്തിൻ്റെ മട്ടലിലും മൃഗത്തോലിലും വലിയ പരന്ന കല്ലിലും ചില മരക്കഷ്ണത്തിലും ഒട്ടകത്തിൻ്റെയൊക്കെ വലിയ പരന്ന എല്ലുകളിൽ, ഒട്ടകത്തിൻ്റെ തോളെല്ലുകളിലൊക്കെ ആയിട്ടാണ് എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പ്രവാചകൻ്റെ വഫാത്തിൻ്റെ സമയത്ത് ഖുർആൻ പൂർണ്ണമായിട്ട് എഴുതി എവിടെയും ആരുടെ കയ്യിലും ഉള്ളതായിട്ട് പറയുന്നില്ല. അത് ഛിന്ന ഭിന്നമായിട്ട് പലയിടത്തും പലരുടെയും കയ്യിലായിട്ടാണ് ഉണ്ടായിരുന്നത്, എഴുതിയ രീതിയിലും മനപ്പാടമായിട്ടും ഒക്കെ. പ്രധാനമായും ഖുർആൻ എഴുതി സൂക്ഷിച്ചിരുന്ന സ്വഹാബിമാർ, ഒന്ന് സെയ്ദ് ബിൻ സാബിത്ത്. ഏറ്റവും കൂടുതൽ ഖുർആൻ്റെ ഭാഗങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്ന ഒരു സ്വഹാബിയാണ് സെയ്ദ് ബിൻ സാബിത്ത്. പിന്നീട് ഉബൈ ഇബ്നു കാബ്. മറ്റ് പല അനുയായികളും ഈ ഖുർആനെ കുറിച്ചുള്ള സംശയ നിവാരണത്തിനൊക്കെ പലപ്പോഴും വന്ന് കണ്ടിരുന്നത് ഉബൈ ഇബ്നു കാബിനെ ആണ്. പിന്നീട് അബ്ദുല്ലാ ഇബ്നു മസൂദ്, പിന്നീട് അബൂബക്കറും ഉമറും അംർ ബിൻ ലാസ്, മുആവിയ അടക്കം ഖുർആൻ എഴുതി സൂക്ഷിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. മുആവിയ ബിൻ അബി സുഫിയാൻ. പറയപ്പെടുന്ന അക്കാലത്ത് ഏതാണ്ട് 40-50 സ്വഹാബിമാർ ഇത്തരത്തിൽ പ്രവാചകൻ്റെ വഹയ്യ് എഴുത്തുകാരായിട്ട് ഉണ്ടായിരുന്നു എന്നാണ്. കുത്താബുൽ വഹി എന്നാണ് അവരെ പറഞ്ഞിരുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഖുർആൻ അതിൻ്റെ പൂർണ്ണതയിൽ എഴുതി സൂക്ഷിച്ച രീതിയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് റസൂലിൻ്റെ വഫാത്തിന് തൊട്ടു പിന്നാലെ അലി റളിയല്ലാഹു അൻഹു ഖുർആൻ അത് ഇറക്കപ്പെട്ട അതേ ഓർഡറിൽ സമാഹരിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന ഖുർആൻ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയിലാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ തുടങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന 96-ാമത്തെ സൂറത്തുൽ അലക്ക് വെച്ചിട്ടാണ്. അങ്ങനെ വഹ്യ് ഇറങ്ങിയ അതേ ഓർഡറിലായിട്ടായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ്റെ ഒരു പ്രത്യേകത അതായിരുന്നു. അത് കാലക്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇറക്കപ്പെട്ട അതേ ഓർഡറിലായിരുന്നു. മറ്റൊരു പ്രത്യേകത, അതിൽ ഖുർആൻ്റെ കൃത്യമായ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഓരോ ആയത്തും ഇറക്കപ്പെട്ട സാഹചര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. തഫ്സീർ, അസ്ബാബുൻ നുസൂൽ. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആനിൽ റദ്ദാക്കപ്പെട്ട വാക്യങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഖുർആനിൽ നിന്ന് റദ്ദാക്കി ഒഴിവാക്കപ്പെട്ട സൂക്തങ്ങളും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആനിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഖുർആനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചില സൂക്തങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഖുർആൻ സമാഹാരം പക്ഷേ അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഇത് സംഭവിക്കുന്നത് റസൂലിൻ്റെ വഫാത്തിന് ശേഷമാണ്, അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണകാലത്ത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആന് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണകൂടം സ്വീകരിച്ചില്ല. അതിന് പറയപ്പെടുന്ന ഒരു കാരണം, അപ്പോഴേക്കും അബൂബക്കർ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ സെയ്ദ് ബിൻ സാബിത്ത് ഖുർആൻ സമാഹരിക്കൽ തുടങ്ങിയിരുന്നു എന്നാണ്. അങ്ങനെ പറയപ്പെടുന്നത് ഈ ഖുർആൻ അലി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വകാര്യതയിൽ അങ്ങനെ എടുത്തു വച്ചു എന്നാണ്. സ്വന്തം ആവശ്യത്തിനായിട്ട് തൻ്റെ കയ്യിൽ തന്നെ അങ്ങനെ എടുത്തു വച്ചു എന്നാണ്. ഇത് ഭീമമായിട്ടുള്ളൊരു സമാഹാരമാണ്. ഖുർആൻ സൂക്തങ്ങളും വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും സാഹചര്യങ്ങളും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തമായിട്ടുള്ള ചില കുറിപ്പുകളും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഇത് കൊണ്ടുവന്ന സാഹചര്യമൊക്കെ പറയുന്നുണ്ട്. ഒരു ഒട്ടകത്തിൻ്റെ മേൽ വെച്ച് കെട്ടിയിട്ട് ആണിത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു സമാഹാരമായിരുന്നു എന്നർത്ഥം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഖുർആനിന് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതൊരു ദുരൂഹതയാണ്. സുന്നികളുടെ വിശ്വാസപ്രകാരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ പ്രചാരത്തിലായതോടു കൂടിയിട്ട് ഈ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആന് അത് അവരുടെ സ്വന്തം കുടുംബത്തിൽ അങ്ങനെ ഒതുങ്ങി രഹസ്യമായി നിലനിന്നിട്ടുണ്ടാവാം എന്നും കാലക്രമേണ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. കാരണം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ എന്ന പേരിൽ ഒരു കയ്യെഴുത്ത് പ്രതിയൊന്നും എവിടെയും കണ്ടെടുത്തതായിട്ടോ സൂക്ഷിച്ചു വെച്ചതായിട്ടോ ഒന്നും പറയുന്നില്ല. ഇതാണ് സുന്നികളുടെ വിശ്വാസം. ഷിയാക്കളുടെ വിശ്വാസപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഖുർആന് സ്വീകരിക്കാതെ തിരിച്ചയച്ചതോടു കൂടിയിട്ട് അലി റളിയല്ലാഹു അൻഹു ഇത് പിന്നീട് ശേഷമുള്ള മറ്റ് ഇമാമിയങ്ങളിലേക്ക് കൈമാറുകയും അങ്ങനെ അവസാനം ഇമാം മഹദിയുടെ കയ്യിൽ ഇത് രഹസ്യമായി സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അവരുടെ വിശ്വാസത്തിൽ ഈ മഹദി ഇമാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവസാന കാലത്ത് മഹദി ഇമാം പ്രത്യക്ഷപ്പെടുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഖുർആൻ പുറത്ത് കൊണ്ടുവരും എന്നാണ്. നിലവിലിപ്പോൾ സുന്നികളും ഷിയാക്കളും ഒക്കെ ഉപയോഗിക്കുന്നത് മുസ്ഹഫ് ഉസ്മാൻ എന്ന് പറയുന്ന ഒരേ ഖുർആൻ തന്നെയാണ്.
ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഷിയാക്കളുടെ മറ്റൊരു വിശ്വാസമാണ് ഫാത്തിമ ബീവിയുടെ മുസ്ഹഫ്. ഇതിന് ഖുർആനുമായിട്ട് ബന്ധമൊന്നുമില്ല. അവരുടെ വിശ്വാസപ്രകാരം റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി അഗാധമായ ദുഃഖത്തിലാണ്ട് പോവുകയും അങ്ങനെ ജിബ്രീൽ മാലാക പ്രത്യക്ഷപ്പെട്ട് ഫാത്തിമ ബീവിയെ ആശ്വസിപ്പിക്കുകയും ദിവ്യജ്ഞാനം പകർന്ന് നൽകുകയും ചെയ്തു എന്നാണ്. ഈ അറിവ് രേഖപ്പെടുത്തിയിട്ടുള്ളതിനെയാണ് മുസ്ഹഫ് ഫാത്തിമ എന്ന് പറയുന്നത്. ഇതും പിൽക്കാലത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. സുന്നികൾ ഇതൊന്നും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ മാറ്റി നിർത്തിയാൽ ആദ്യത്തെ ഖുർആൻ സമാഹാരം അത് സംഭവിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിലാണ്. അക്കാലത്ത് എഴുതിയതിനേക്കാൾ മനഃപ്പാടമാക്കിയത് പകർന്നു കൊടുക്കലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണകാലത്ത് ഈ റിദ്ദ യുദ്ധങ്ങളിൽ, പ്രധാനമായിട്ടും യമാമ യുദ്ധത്തിൽ ഏതാണ്ട് 70ഓളം ഖുർആൻ അറിയാവുന്ന സ്വഹാബികൾ കൊല്ലപ്പെട്ടു. 70ഓളം ഖുറ. അക്കാലത്ത് ഖുറ എന്ന് പറഞ്ഞാൽ ഖുർആൻ സൂക്തങ്ങൾ മനഃപ്പാടമാക്കിയ ആളുകൾ എന്നാണ്. അക്കാലത്ത് പ്രത്യേകിച്ച് റസൂലുള്ളാഹിയുടെ കാലത്ത് ഖുർആൻ മുഴുവനായിട്ട് മനഃപ്പാടമാക്കിയ ആളുകൾ കുറവായിരുന്നു. ഒരു റിപ്പോർട്ട് പ്രകാരം റസൂലിൻ്റെ കാലത്ത് വെറും 4 സ്വഹാബിമാർ മാത്രമാണ് ഖുർആൻ പൂർണ്ണമായിട്ട് മനഃപ്പാടമാക്കിയത് എന്നാണ്. അങ്ങനെ ഈ യമാമ യുദ്ധത്തിൽ ഏതാണ്ട് 40ഓളം ഖുർആൻ അറിയാവുന്ന സ്വഹാബികൾ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഖുർആൻ സൂക്തങ്ങൾ രേഖപ്പെടുത്തി സംരക്ഷിക്കൽ നിർബന്ധമായി വന്നു. ഈ ഒരു തീരുമാനമെടുത്ത് ഈ വിഷയം നിർദ്ദേശിക്കുന്നത് ഉമർ ബിൻ ഖത്താബാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തരത്തിൽ ഖുർആൻ അറിയാവുന്നവർ ഇങ്ങനെ മരിച്ചു തുടങ്ങിയാൽ ഖുർആൻ്റെ ഭാഗങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഖുർആൻ ഒരുമിച്ച് കൂട്ടണം, സമാഹരിക്കണം എന്ന് പറഞ്ഞു. പറയപ്പെടുന്നത് ആദ്യ സമയത്ത് ഈ വിഷയം അബൂബക്കർ സിദ്ദീഖ് എതിർത്തു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? കാരണം ഖുർആൻ ഒരൊറ്റ സമാഹാരമാക്കി മാറ്റുന്നത് ഇതുവരെ ചെയ്യാത്തതായതുകൊണ്ട് ഒരു ബിദ്അത്ത് ഗണത്തിൽ അത് ഉൾപ്പെട്ടാലോ എന്ന് പേടിച്ചിരുന്നു എന്നാണ്. ഖുർആൻ സമാഹരിക്കുന്നത് ചെയ്താൽ അതൊരു ബിദ്അത്തായി മാറിയാലോ എന്ന് പേടിച്ചിരുന്നു എന്നാണ്. ഇത് പക്ഷെ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തുടർച്ചയായിട്ടുള്ള നിർദ്ദേശങ്ങളും വാദങ്ങളും ഒടുവിൽ അബൂബക്കർ സിദ്ദീഖ് സമ്മതിച്ചു എന്നാണ്. അങ്ങനെ ഇതിനായിട്ട് അബൂബക്കർ സിദ്ദീഖ് സയ്യിദ് ബിൻ സാബിത്ത് എന്ന സ്വഹാബിയെ നിയോഗിക്കുകയാണ്. സയ്യിദ് ബിൻ സാബിത്ത് എന്ന് പറയുന്നത് ഒരു അൻസാരിയാണ്. പ്രവാചകൻ മദീനയിലുള്ള സമയത്ത് വഹി എഴുതി കൊടുക്കാൻ വേണ്ടി 40-50 സ്വഹാബിമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, കുത്താബുൽ വഹി. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് സയ്യിദ് ബിൻ സാബിത്ത്. ഖുർആൻ്റെ ഭാഗങ്ങൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയും ഖുർആനിലുള്ള പാണ്ഡിത്യമൊക്കെ വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ സയ്യിദ് ബിൻ സാബിത്തിനെയാണ് അബൂബക്കർ സിദ്ദീഖ് ഖുർആൻ സമാഹരിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. തുടക്കത്തിൽ സയ്യിദ് ബിൻ സാബിത്തും ഇതിനോട് മടി കാണിച്ചു എന്നാണ്. കാരണം ഇത്രയും വലിയ ഒരു ചുമതല അത് ഏറ്റെടുക്കുന്നതിലുള്ള ഒരു മനോവിഷമം. സയ്യിദ് പറഞ്ഞു, വല്ലാഹി എന്നോടൊരു മല എടുത്ത് മാറ്റിവെക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയാൽ എനിക്ക് എളുപ്പം അതായിരിക്കും. കാരണം ഖുർആൻ സമാഹരിക്കുക എന്നുള്ളത് വലിയൊരു ജോലിയാണ്. ഇതങ്ങനെ ഉമറിൻ്റെയും അബൂബക്കറിൻ്റെയും ഒക്കെ നിരന്തരമായിട്ടുള്ള നിർബന്ധവും സമ്മർദ്ദവും ഒക്കെ കാരണം സയ്യിദ് ബിൻ സാബിത്ത് ഈ ഒരു കർത്തവ്യം ഏറ്റെടുത്ത് നടത്തുകയാണ്. അതായത് മദീന പള്ളിയിലിരുന്ന് സയ്യിദ് ബിൻ സാബിത്ത് ഖുർആൻ സൂക്തങ്ങൾ എഴുതി ശേഖരിക്കുകയാണ്. ഖുർആൻ സൂക്തങ്ങൾ അറിയാവുന്ന ഓരോ വ്യക്തികളെയും വിളിപ്പിച്ച് അവരിൽ നിന്ന് ഖുർആൻ സൂക്തങ്ങൾ എഴുതിയെടുക്കുകയാണ്. സ്വീകരിക്കപ്പെടുന്ന സൂക്തങ്ങൾക്കൊക്കെ 2 സാക്ഷികൾ ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിബന്ധന. 2 സാക്ഷികൾ ഉണ്ടാവണം. ഖുർആൻ അറിയാവുന്ന ആളുകളിൽ നിന്ന് അത് എഴുതി ശേഖരിച്ചു. അതുപോലെ ഖുർആൻ എഴുതി സൂക്ഷിച്ചിരുന്ന വസ്തുക്കളിൽ നിന്ന് അത് പകർത്തി എഴുതി. അങ്ങനെ പൂർണ്ണമായി ഖുർആൻ സമാഹരിക്കുകയാണ്. ഇതിൽ 2 സാക്ഷികളില്ലാത്ത ഒരേ ഒരു ഖുർആൻ സൂക്തം, അത് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഇത് സാക്ഷ്യപ്പെടുത്തിയത് ഹുസൈമ ഇബ്ൻ സാബിത്ത് അൽ അൻസാരി എന്ന ഒരു സഹാബിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഹുസൈമയുടെ സാക്ഷ്യം അത് 2 സാക്ഷികൾക്ക് തുല്യമാണ് എന്നാണ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലൊരു കാട്ടറബിയുമായിട്ട് പ്രവാചകൻ ഒരു കച്ചവടത്തിൽ ഏർപ്പെടുന്നുണ്ട്. എന്തോ ഒരു സാധനം വില പറഞ്ഞുറപ്പിച്ചിട്ട് അതിന് പണം കൊടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഈ കാട്ടറബി ആ ഒരു കച്ചവടം നിഷേധിച്ചു. അങ്ങനെ ഒന്ന് നടന്നിട്ടില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങി. പ്രവാചകൻ പറഞ്ഞു, നീ കച്ചവടത്തിൽ നേരും നിറയും കാണിക്കണം, മാന്യത കാണിക്കണം. ഇയാൾ ചോദിച്ചു, അതിന് നിനക്ക് എന്താ തെളിവുള്ളത്? നിനക്ക് സാക്ഷികളുണ്ടോ, തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സമയത്ത് ഹുസൈമ വന്നിട്ട് പറഞ്ഞു, ഞാൻ സാക്ഷിയാണ്, ഞാൻ ഈ കച്ചവടം നടന്നതിന് സാക്ഷിയാണ് എന്ന് വന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാട്ടറബി ആ ഒരു കച്ചവടം അങ്ങനെ സ്വീകരിച്ച അയാൾ അങ്ങനെ അവിടുന്ന് തടി തപ്പിപ്പോയി.
പ്രവാചകൻ ഖുസൈമയോട് ചോദിച്ചു, നീ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല, എന്നിട്ടും നീ എങ്ങനെ ഇത് സാക്ഷ്യപ്പെടുത്തി, നിനക്കിത് എങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ കഴിയും എന്ന് ചോദിച്ചു. ഖുസൈമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇതിലും വലിയ വിഷയങ്ങൾ അങ്ങയെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കച്ചവടം അത് നടന്നിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഖുസൈമയുടെ സാക്ഷ്യം അത് 2 സാക്ഷികൾക്ക് തുല്യമാണ് എന്ന് പറഞ്ഞു. ദുൽ ഷഹാദത്തിൻ, 2 സാക്ഷ്യങ്ങളുള്ളവൻ. അതുകൊണ്ട് ഖുസൈമയുടെ സൂക്തം മാത്രം മറ്റൊരു സാക്ഷിയില്ലാതെ സ്വീകരിച്ചു എന്നാണ് സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ. അങ്ങനെ ഖുർആൻ പൂർണ്ണമായി എഴുതി കൂട്ടിച്ചേർത്ത് വെച്ചു, സമാഹരിച്ചു. പക്ഷെ അക്കാലത്തും ആളുകൾ ഇത് പകർന്ന് നൽകിയിരുന്നത് വാമൊഴിയായിട്ടാണ്. നോക്കി പാരായണം ചെയ്യുന്ന ഒരു രീതി അക്കാലത്തും ഉണ്ടായിട്ടില്ല. ഇക്കാലം മുതൽക്കാണ് ഇതിന് മുസ്ഹഫ് എന്ന് പറഞ്ഞു തുടങ്ങിയത്, ഏടുകൾ എന്ന അർത്ഥത്തിൽ. സയ്യിദ് ബിൻ സാബിത്ത് ഇത് എഴുതി ചേർത്ത് വെച്ചത് മൃഗത്തോലിലാണ്, മാനിൻ്റെ ഒക്കെ തോലിലാണ്, ഒട്ടകത്തിൻ്റെ മാനിൻ്റെയും ഒക്കെ തോലിലാണ്. അത് എഴുതാൻ പാകത്തിലേക്ക് ഉണക്കി തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് 7-ാം നൂറ്റാണ്ടിലാണ്. അക്കാലത്ത് അറേബ്യയിൽ ഏറ്റവും ഈട് നിൽക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ഈ മൃഗത്തോല് മാത്രമാണ്. അക്കാലത്തൊന്നും അറേബ്യയിൽ പേപ്പറില്ല. പേപ്പറൊക്കെ ചൈനയിൽ നിന്ന് അറേബ്യയിലെത്തുന്ന 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ മറ്റോ ആണ്. അപ്പോൾ അക്കാലത്ത് ഏറ്റവും ഈട് നിൽക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് അത് മൃഗത്തോല് തന്നെയായിരുന്നു. ഇതിൽ ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും മാനിൻ്റെയും ഒക്കെ തോലാണ് ഉണക്കി പാകപ്പെടുത്തി എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖുർആൻ എഴുതിയിരിക്കുന്നത് ഹിജാസി ലിപിയിലാണ്. അക്കാലത്ത് ഈ ഹിജാസ് മേഖലയിലൊക്കെ സാധാരണയായി ഉപയോഗിച്ചിരുന്ന ഒരു റൈറ്റിംഗ് സ്ക്രിപ്റ്റായിരുന്നു ഹിജാസി ലിപി. ഇതിന് സ്വരാക്ഷര ചിഹ്നങ്ങളായിട്ടുള്ള ഫത്തഹ്, കസർ, റൊമ്മൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അക്ഷരങ്ങൾ വേർതിരിക്കുന്ന പുള്ളികൾ പോലത്തതും ഉണ്ടായിരുന്നില്ല. ബാ, താ, നൂന് ഒക്കെ ഒരേപോലെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഹിജാസി വാമൊഴി അറിയാവുന്നവർക്ക് മാത്രമാണ് ഇത് വായിക്കാൻ കഴിഞ്ഞിരുന്നത്. ഇതൊരു ഒഴുക്കൻമട്ടിലങ്ങോട്ട് എഴുതി പോകുന്നതാണ്. കാലത്ത് സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ഒരു എഴുത്ത് രീതിയാണിത്. ഇതിങ്ങനെ പുറകിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ഒരു രൂപത്തിലാണ്. അറബി എഴുതുമ്പോൾ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് മാഇൽ എന്നും പറയാറുണ്ട്, മാഇൽ ലിപി അഥവാ ഹിജാസി. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്ത് ഈ നടത്തിയ ഖുർആൻ സമാഹാരം അതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഖുർആൻ സൂക്തങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ഖുർആൻ്റെ സൂക്തങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശേഖരിച്ച് കിട്ടിയ അതേ ക്രമത്തിലാണ് ഇത് സ്വരൂപിച്ച് വച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന അദ്ധ്യായത്തിൻ്റെ ക്രമത്തിലോ രൂപത്തിലോ ആയിരുന്നില്ല അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖുർആൻ ഉണ്ടായിരുന്നത്. സൂക്തങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം. അക്കാലത്താണ് ഖുർആൻ മുഴുവനായിട്ട് ആദ്യമായിട്ട് ഒരൊറ്റ വസ്തുവിൽ എഴുതി ചേർക്കുന്നത്. ആദ്യം ഇത് പലതരം വസ്തുക്കളിലായിരുന്നു ഉണ്ടായിരുന്നത്, മരത്തിലും എല്ലിലും കല്ലിലുമൊക്കെ ആയിട്ട്. സയ്യിദ് ബിൻ സാബിത്ത് ഇത് എഴുതി ചേർത്തത് മുഴുവൻ മൃഗത്തോലിലാണ്. പക്ഷേ ഇതും ഒരേ രൂപത്തിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള തോലുകളൊന്നുമല്ല, പല വലുപ്പത്തിലുള്ളതായിരുന്നു. മാത്രമല്ല ഇതിങ്ങനെ കൂട്ടി അടക്കി വെച്ചിരിക്കുകയായിരുന്നു, അല്ലാതെ കൂട്ടി തുന്നി ഒരു ഗ്രന്ഥരൂപത്തിലേക്ക് ആക്കിയിട്ടില്ല. ഇതിങ്ങനെ കൂട്ടി അടക്കി വെച്ചിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖിലാഫത്തിന് ശേഷം ഈ മുസ്ഹഫ് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കൈകളിലെത്തി. ആ കാലഘട്ടത്തിൽ ഇത് അതേ രൂപത്തിൽ തന്നെ അങ്ങനെ നിലകൊണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ വഫാത്തിന് ശേഷം ഈ മുസ്ഹഫ് ഉമറിൻ്റെ മകൾ ഹഫ്സ ബിൻതി ഉമറിൻ്റെ സംരക്ഷണത്തിലായി. പ്രവാചകൻ്റെ പത്നിയായിട്ടുള്ള ഹഫ്സയുടെ സംരക്ഷണത്തിലായി. ഹഫ്സ ഇതൊരു നിധി സൂക്ഷിക്കുന്ന പോലെ അങ്ങനെ സൂക്ഷിച്ചു. പിന്നീട് 2ാമത്തെ ഖുർആൻ സമാഹാരം നടക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം. ആദ്യത്തെ സമാഹാരം കഴിഞ്ഞ് ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം. അബൂബക്കറിൻ്റെ ഉമറിൻ്റെ ഒക്കെ ഭരണകാലത്ത് വലിയ തോതിൽ തന്നെ ഇസ്ലാം വ്യാപിക്കുന്നുണ്ട്. പേർഷ്യയും സിരിയയും ഈജിപ്തൊക്കെ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാണ്. ഇവിടെ നിന്നൊക്കെയുള്ള മുസ്ലിങ്ങളും പുതുവിശ്വാസികളുമൊക്കെ അവരുടെ പ്രാദേശിക രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇവരൊക്കെ പറയുന്നത് അറബി തന്നെയാണ്, പക്ഷേ പാരായണ രീതി വ്യത്യാസമായി. പാരായണ രീതിയെക്കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതിന് പുറമെ അക്കാലത്ത് അനറബികളായിട്ടുള്ള ഒരുപാട് പേര് ഇസ്ലാം മതം സ്വീകരിച്ച് ഖുർആൻ പാരായണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പക്ഷേ ഈ ഭാഷാപരിചയം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവർ പാരായണം ചെയ്യുമ്പോൾ അർത്ഥവ്യത്യാസങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രാവശ്യം അസർബൈജാനിൽ എവിടെയോ ഉണ്ടായിരുന്ന ചില സൈനികരുടെ ഇടയിൽ ഇത്തരത്തിൽ പാരായണ രീതിയെക്കുറിച്ച് ചില തർക്കങ്ങളുണ്ടായി. ഈ സൈനികർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഖുർആൻ പാരായണം നടത്തി. അങ്ങനെ ആ സമയത്ത് ഹുസൈഫ ഇബ്നുൽ യമാൻ, പ്രവാചകൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്ന ഹുസൈഫ ഇബ്നുൽ യമാൻ എന്ന സ്വഹാബി,
ഈ ഒരു വിവരം ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിനൊരു പരിഹാരം കാണണം എന്ന രീതിയിൽ പറയുകയും ചെയ്തു. അതായത് ഈ ഗോത്രഭാഷാ ഭേദങ്ങൾ ഏകോപിപ്പിച്ച് ഖുർആൻ പാരായണ രീതി ക്രമപ്പെടുത്താൻ വേണ്ടി ഉപദേശിച്ചു എന്നാണ്. ഉദൈഫ ചെന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഈ ഖുർആൻ പാരായണ രീതിയിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങളുണ്ടായാൽ അത് സമുദായത്തെ ഭിന്നിപ്പിക്കും, അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഈ വിവരം അന്നത്തെ പ്രധാന സഹാബാക്കളുമായി ചർച്ച ചെയ്യുകയും അങ്ങനെ ഖുർആൻ ക്രമപ്പെടുത്തി ഏകോപിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതിനായിട്ടൊരു സമിതി രൂപീകരിക്കുകയാണ്, ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഖുർആൻ പാരായണ രീതിയും ശൈലിയും അക്ഷരങ്ങളും ഏകോപിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട 4 പേരാണ്. അതിൽ നേരത്തെ അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖുർആൻ സമാഹരിച്ച സയ്യിദ് ബിൻ സാബിത്ത് ഉണ്ട്. കൂടാതെ അബ്ദുല്ലാഹി ബിൻ സുബൈർ, സയ്യിദ് ബിൻ അലാസ്, അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് ബിൻ ഹിഷാം, ഈ 4 പേരാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇതിൽ സയ്യിദ് ബിൻ സാബിത്ത് മാത്രമാണ് അൻസാരികളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളായിട്ട് ഉണ്ടായിരുന്നത്, മദീനയിൽ നിന്നുള്ള ഒരാളായിട്ട് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഖുറൈശികളാണ്, മുഹാജിരികളാണ്. അങ്ങനെ ഈ കമ്മിറ്റി ഖുറൈശി ഗോത്രഭാഷാ രീതിയിലേക്ക് ഖുർആൻ ക്രമപ്പെടുത്തുകയും സമാഹരിക്കുകയും ചെയ്തു. അതിനായിട്ട് പ്രവാചക പത്നി ഹഫ്സയുടെ അധീനതയിലുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖിൻ്റെ ആ ഒരു മുസ്ഹഫ് അത് കൊണ്ടുവരികയും അതുമായിട്ട് താരതമ്യം ചെയ്ത് ഉറപ്പ് വരുത്തുകയും ചെയ്തു. ആ സമയത്തും ഇത് ഇജാസി അഥവാ മായിൽ ലിപിയിലാണ് ഉണ്ടായിരുന്നത്. ഈ തഷ്കീൽ, ഫത്ത്, കസർ ഇതൊന്നും ആ സമയത്തും ഉണ്ടായിരുന്നില്ല. അതുവരെയുള്ള വൈവിധ്യമാർന്ന പാരായണ ശൈലികളെ ഏകോപിപ്പിച്ച് പ്രവാചക ഗോത്രഭാഷയിലേക്ക് ഇത് ക്രമപ്പെടുത്തി, ഖുറൈശികളുടെ ഭാഷയിലേക്ക് ഇത് ക്രമപ്പെടുത്തി. മാത്രമല്ല അന്ന് പാരായണ വ്യത്യാസത്തിൽ നിലനിന്നിരുന്ന എല്ലാ ഖുർആൻ്റെ പകർപ്പുകളും ചുട്ടുകരിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അതായത് ചില വ്യക്തികളുടെയൊക്കെ കൈവശമുണ്ടായിരുന്ന ഖുർആൻ്റെ പകർപ്പുകൾ, ചില പ്രാദേശിക പകർപ്പുകളും എല്ലാം നശിപ്പിച്ച് കളയാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകൂടം ഉത്തരവിട്ടു. ഈ അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖുർആൻ അത് ഒരെണ്ണം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇത് ക്രമപ്പെടുത്തിയപ്പോൾ ഖുർആൻ്റെ 6-7 പകർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖുർആന് ഹഫ്സ ബീവിയുടെ കയ്യിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മേടിച്ച് അത് തിരിച്ച് ഹഫ്സ ബീവിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ മുസ്ഹഫ് മുആവിയയുടെ ഭരണകാലത്ത്, ഈ മുആവിയയുടെ ഭരണം മുതൽക്ക് തലസ്ഥാനം ഡമാസ്കസിലാണ് അവർ ഉണ്ടായിരുന്നത്. ആ സമയത്ത് മദീനയുടെ ഗവർണറായിട്ടുണ്ടായിരുന്നത് മർവാൻ ഇബ്നുൽ ഹക്കം ആണ്, പിൽക്കാലത്ത് ഈ ഉമവിയ ഖലീഫയാവുന്ന ആൾ. അക്കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്ഹഫ് അബൂബക്കർ സിദ്ദീഖിൻ്റെ മുസ്ഹഫിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട് എന്നൊരു സംസാരം ഉണ്ടായിരുന്നു ആളുകളുടെ ഇടയിൽ. അതുകൊണ്ട് ഈ മർവാൻ ഹഫ്സ ബീവിയോട് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖുർആൻ അത് നശിപ്പിച്ച് കളയാൻ വേണ്ടി പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹഫ്സ ബീവിയുടെ ജീവിതകാലത്ത് ഹഫ്സ ബീവി അത് സമ്മതിച്ചില്ല. പക്ഷേ പറയപ്പെടുന്നത് ഈ ഹഫ്സ ബീവിയുടെ വഫാത്തിന് ശേഷം ഈ മർവാൻ ഇബ്നുൽ ഹക്കം ഈ ഹഫ്സ ബീവിക്ക് മക്കളും തുടർച്ചക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഹഫ്സ ബീവിയുടെ വഫാത്തിന് ശേഷം മർവാൻ ഇബ്നുൽ ഹക്കം ഈ മുസ്ഹഫ് എടുത്തുകൊണ്ട് വന്നത് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ സമാഹരിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു മുസ്ഹഫ്, ആദ്യത്തെ മുസ്ഹഫ്, അത് മർവാൻ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ്. എന്തായാലും അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ക്രമപ്പെടുത്തിയ പതിപ്പിൻ്റെ പകർപ്പുകൾ എല്ലാ ഇസ്ലാമിക കേന്ദ്രങ്ങളിലേക്കും കൊടുത്തയക്കുകയും മക്ക, മദീന, കൂഫ, ബസ്ര, ദമാസ്കസ് പോലെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും അതിൻ്റെ കൂടെ ഒരു പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് ഇത് കൊടുത്തുവിടുന്നത്. എല്ലാ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കും ഇത് കൊടുത്തയച്ചു. അവിടുത്തെ പ്രധാന പള്ളിയിൽ ഇത് കൊണ്ടുപോയിട്ട് അങ്ങനെ സൂക്ഷിച്ചു. പിന്നീടുള്ള പകർപ്പുകളൊക്കെ ഈ പ്രധാനപ്പെട്ട ഈ ഒരു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പകർപ്പിൽ നിന്ന് അങ്ങനെ പകർത്തി എഴുതിയിട്ടുള്ളതാണ്. ഇന്ന് നിലവിലുള്ള ഖുർആൻ മുസാഫ്, അത് മുസ്ഹഫ് ഉസ്മാൻ എന്ന് പറയപ്പെടുന്ന ആ ഖുർആൻ്റെ പകർപ്പുകളാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖുർആനുമായിട്ട് ഇതിന് ഉള്ളടക്കത്തിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഇതിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്ന് ഇതിൻ്റെ ഭാഷാ രീതി തന്നെയാണ്. സയ്യിദ് ബിൻ സാബിത്ത് ഇത് സമാഹരിച്ചപ്പോൾ ഇതിൻ്റെ ഭാഷാ രീതി കൂടുതലായും അൻസാറുകളുടെ ഒരു ശൈലിയിലായിരുന്നു. ഇത് പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരുത്തി പ്രവാചക ഗോത്രഭാഷയായിട്ടുള്ള ഖുറൈശി ശൈലിയിലേക്ക് ആക്കി എന്നാണ്. അതുവരെ ഇതിൽ 7 അഹ്റുഫുകൾ ഉണ്ടായിരുന്നു. അതായത് പരിശുദ്ധ പ്രവാചകന് 7 ഭാഷാഭേദത്തിൽ വഹി ഇറക്കപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത അഹ്റൂഫ് എന്ന് പറഞ്ഞാൽ ഭാഷാരീതി, ഉച്ചാരണ രീതി 7 വ്യത്യസ്ത രീതിയിൽ ഉണ്ടായിരുന്നു. 7ഓളം വ്യത്യസ്ത ഗോത്രഭാഷാ രീതിയിൽ ഖുർആൻ സൂക്തങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്. ഖുറൈശി ഗോത്രഭാഷയിൽ ഉണ്ടായിരുന്നു, അതുപോലെ മറ്റ് ഗോത്രഭാഷാ രീതിയിലും ഉണ്ടായിരുന്നു. ഇത് ഓരോ ഗോത്രക്കാർക്കും എളുപ്പത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ആയിരുന്നു എന്നാണ് പറയുന്നത്.
ഇത് ഗോത്രഭാഷ മാറുന്നതിനനുസരിച്ച് വാക്കുകളും അതിൻ്റെ ഉച്ചാരണവും വ്യാകരണവും ഒക്കെ മാറുന്നുണ്ട്. ഉദാഹരണത്തിന് മാലിക് യൗമിദ്ദീൻ എന്നിടത്ത് മലിക് രാജാവെന്നും മാലിക് ഉടമസ്ഥനെന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് തന്നെ ഉണ്ട് ബുഖാരിയിലും മുസ്ലിമിലും. ഖുർആൻ 7 വ്യത്യസ്ത അഹ്റൂഫുകളിൽ അവതരിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് എളുപ്പമായതിൽ നിന്ന് നിങ്ങൾ പാരായണം ചെയ്യുക. സ്വഹാബാക്കളുടെ കാലത്ത് തന്നെ ഇതിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ ഹിഷാം ഇബ്നു ഹക്കീം എന്നൊരു സ്വഹാബി സൂറത്തുൽ ഫുർഖാൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. ഉമർ ഹിഷാമിനോടായിട്ട് പോയി ചോദിച്ചു, നീ ഇത് എവിടെ നിന്നാണ് ഇത് പഠിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനിത് പ്രവാചകൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ് എന്ന് പറഞ്ഞു. ഉമർ പറഞ്ഞു, ഞാനും ഇത് പ്രവാചകൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രവാചകൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടും ഇത് എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങനെ പ്രവാചകൻ്റെ അടുത്തേക്ക് പോയി ഈ വിഷയം പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, ഖുർആൻ 7 വ്യത്യസ്ത അഹ്റൂഫുകളിൽ അവതരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിൽ എളുപ്പമായതിൽ നിന്ന് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ ഭാഷ്യഭേദങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിഹരിച്ച് ഖുർആൻ ഖുറൈശി ഭാഷയിലേക്ക് ഏകോപിപ്പിച്ച് ക്രമപ്പെടുത്തുന്നത്. ഈ അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖുർആനുമായിട്ട് മറ്റൊരു പ്രധാന വ്യത്യാസം, അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖുർആൻ അതൊരു സംരക്ഷണ ലക്ഷ്യത്തോടു കൂടി മാത്രം സമാഹരിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ക്രമത്തിലായിരുന്നില്ല അതുണ്ടായിരുന്നത്. അത് ശേഖരിക്കപ്പെട്ട അതേ ഒരു ക്രമത്തിലാണ് അത് സൂക്ഷിച്ചു വെച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സമാഹാരത്തിലാണ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലേക്ക് അതിൻ്റെ സൂക്തങ്ങളും അധ്യായങ്ങളും ഒക്കെ ക്രമപ്പെടുത്തുന്നത്. അതായത് 7 വലിയ അധ്യായങ്ങൾ ആദ്യത്തിലും, ഏതാണ്ട് 100ഓളം ആയത്തുകളുള്ള അധ്യായങ്ങൾ നടുവിലും, പിന്നെ ചെറിയ അധ്യായങ്ങളൊക്കെ അവസാനത്തിലും, ഫാത്തിഹ തുടക്കത്തിൽ വരും. ഇത് എളുപ്പത്തിന് വേണ്ടി ആ ഒരു രീതിയിലേക്ക് ക്രമപ്പെടുത്തി എന്നാണ്. ഖുർആൻ്റെ അധ്യായങ്ങളുടെ ഈ ഒരു ക്രമീകരണം അത് അക്കാലത്തെ സ്വഹാബിമാരുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു എന്നാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ അധ്യായങ്ങളുടെ ക്രമീകരണം അത് പ്രവാചകൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് എന്നാണ്. മറ്റ് ചില പണ്ഡിതന്മാർ പറയുന്നത് സൂക്തങ്ങളുടെ ക്രമീകരണം മാത്രമാണ് പ്രവാചകൻ്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്തായാലും നമ്മൾ ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇത് ക്രമപ്പെടുത്തപ്പെടുകയാണ്. ഈ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചിലർക്കെങ്കിലും അറിയാത്ത ഒരു വിവാദ അഭ്യൂഹമാണ് ഉപേക്ഷിക്കപ്പെട്ട ഖുർആൻ സൂക്തങ്ങൾ. മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം ഖുർആൻ അത് പടച്ച തമ്പുരാൻ തന്നെ സൂക്ഷിച്ചു പോന്നിട്ടുള്ളതാണ്. നിശ്ചയമായും നാമാണ് ഈ ഖുർആൻ ഇറക്കിയത്, നാം തന്നെ അതിനെ കാത്ത് രക്ഷിക്കുകയും ചെയ്യും. 15-ാം അധ്യായം 9-ാം വാക്യം. എന്നിരുന്നാലും ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഖുർആൻ്റെ ചില സൂക്തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതായി പറയപ്പെടുന്നുണ്ട്. ഹംബലി ഇമാമിൻ്റെ മുസ്നദിൽ, അതുപോലെയുള്ള ചില ഗ്രന്ഥങ്ങളിലൊക്കെ സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ അധ്യായം, ആദ്യകാലത്തെ ഏതാണ്ട് ബക്കറ സൂറത്തിൻ്റെ ഏറ്റവും വലിയ സൂറത്ത്, ഈ സൂറത്തുൽ അഹ്സാബ് ബക്കറ സൂറത്തിൻ്റെ വലുപ്പം ഉണ്ടായിരുന്നു എന്നാണ്. അതുപോലെ സ്വഹീഹ് മുസ്ലിമിൽ അബൂ മൂസൽ അശ്ശരിയെക്കുറിച്ചൊരു റിപ്പോർട്ടുണ്ട്, മുസ്ലിം ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ മൂസൽ അശ്ശരി പറയുന്നത് ഖുർആനിൽ വലുപ്പം കൊണ്ടും ഭാഷാരീതി കൊണ്ടും തൗബ സൂറത്തിന് തുല്യമായിട്ടുള്ള മറ്റൊരു അധ്യായം ഉണ്ടായിരുന്നു എന്നാണ്. തൗബ സൂറത്ത് പോലെ മറ്റൊരു സൂറത്തുണ്ടായിരുന്നു എന്നാണ് അബൂ മൂസ പറയുന്നത്. ഞാൻ ആ അധ്യായം തീർത്തും മറന്നുപോയി. ആ ഒരു അധ്യായത്തിലെ ഒരൊറ്റ വാക്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ മറന്നു എന്നാണ്. അബൂ മൂസൽ അശ്ശരിയെക്കുറിച്ച് സ്വഹീഹ് മുസ്ലിമിലുള്ളൊരു റിപ്പോർട്ടാണ്. അതുപോലെ ആയിഷ ബീവിയെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. ആയിഷ ബീവി പറഞ്ഞതായിട്ട് പറയുന്നത്, പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്ന ചില സൂക്തങ്ങൾ മുലയൂട്ടലിനെക്കുറിച്ചും എറിഞ്ഞു കൊല്ലുന്നതിനെക്കുറിച്ചുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇത് പിന്നീട് നഷ്ടപ്പെട്ടു പോയതായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് എഴുതി വെച്ച ആ ഒരു ഭാഗം ആട് കടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഖുർആൻ്റെ ചില സൂക്തങ്ങൾ നഷ്ടപ്പെട്ടു പോയതായും റദ്ദാക്കപ്പെട്ടതായും പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖിലാഫത്തിൽ ഖുർആൻ സമാഹരിച്ചപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സമയത്ത് ഖുർആൻ ക്രമപ്പെടുത്തിയപ്പോഴും ഇതിൻ്റെ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നത് ഹിജാസി ലിപിയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഹിജാസി മായിൽ. ഈ ഹിജാസി ലിപിയുടെ ഒരു പ്രത്യേകത അതിന് ഈ തഷ്കീലുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഫത്ത്, കസർ, ലൊമ്മ്, അതുപോലെ ഈ ഇൽജാം, നുക്കാത്ത് എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങളെ വേർതിരിക്കുന്ന പുള്ളികൾ, ഇപ്പോൾ ബാ, താ, നൂൻ, ഇതിൽ ഈ അക്ഷരങ്ങളെ വേർതിരിക്കുന്ന പുള്ളികൾ ഉണ്ടായിരുന്നില്ല. ഖായിനും ജീമിനൊന്നും പുള്ളികൾ ഉണ്ടായിരുന്നില്ല. കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. ഈ അക്ഷരങ്ങളെ വേർതിരിക്കുന്ന പുള്ളികളും സ്വരാക്ഷരങ്ങളെ വേർതിരിക്കുന്ന ഫത്തഹ്, കസർ, ലൊമ്മ് ഒക്കെ ഉണ്ടാകുന്നത്, വികസിപ്പിച്ച് വരുന്നത് പടിപടിയായിട്ടാണ്. ഇതാദ്യം തുടങ്ങി വെക്കുന്നത് അബൂ അൽ അസ്വദ് അദ്വാലി ആണ്.
അദ്ദേഹമാണ് ഈ തഷ്കീൽ, ഏജാം, ഹർക്കാത്തൊക്കെ തുടങ്ങി വെക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അറബി ഗ്രാമറിൻ്റെ പിതാവ് എന്ന രീതിയിൽ പറയാറുണ്ട്, ഫാദർ ഓഫ് അറബിക് ഗ്രാമർ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തൊരു സഹചാരിയാണ്, അടുപ്പക്കാരനാണ്, അബൂ അസ്വദ് അൽ ദുഅലി. അദ്ദേഹം ആദ്യം ഈ അക്ഷരങ്ങളെ വേർതിരിക്കുന്ന പുള്ളികൾ, ഹാ, ജീം, ഹാ, ഈ നുക്കാത്ത്, അത് അവതരിപ്പിച്ചു. അന്നത് നിറത്തിലുള്ള വലിയ പുള്ളികളാണ്. പിന്നീട് തഷ്കീൽ, ഫത്തഹ്, കസ്ർ, ദൊമ്മ്, അത് അവതരിപ്പിച്ചു. അന്ന് അതും പുള്ളികൾ തന്നെയാണ്. മേലെ പുള്ളി ഇട്ടാൽ ഫത്തഹ്, താഴെ ഇട്ടാൽ കസ്ർ, സൈഡിൽ മുന്നിലായിട്ടിട്ടാൽ ദൊമ്മ്. ഇത് ഹിജ്റ 60കളിലാണ്, ഹിജ്റ 69 മുൻപ്. പിന്നീട് ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ കാലത്ത് ഹിജ്റ 90കൾ, 95 മുൻപ് ഈ ഖുർആൻ പകർത്തി എഴുതുന്നതിൽ ഈ അക്ഷരങ്ങളെ വേർതിരിക്കുന്ന വലിയ നിറത്തിലുള്ള പുള്ളികൾ പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നു, ചെറുതാക്കിയൊക്കെ എഴുതുന്ന സമയത്ത്. അങ്ങനെ ഈ സമയത്താണ് ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ നേതൃത്വത്തിൽ ആളുകൾക്കൊന്നുകൂടി അക്ഷരങ്ങളും വാക്കുകളും വേർതിരിച്ച് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഇത് വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. അതായത് ഈ വലിയ പുള്ളികൾ ചെറുതാക്കുകയും ഫത്തഹ്, കസ്റൊക്കെ പുള്ളികളിൽ നിന്ന് മാറി ഇപ്പം കാണുന്ന രൂപത്തിലേക്ക് കുറിയ ചിഹ്നങ്ങളാക്കി മാറ്റുന്നത്. കൂട്ടത്തിൽ സുക്കൂന്, ഷദ്, തൻവീന് പോലെയുള്ള മറ്റ് ചില തഷ്കീലുകൾ കൂടി ചേർക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇതിനെ കൂഫി ലിപി എന്ന് പറയാൻ തുടങ്ങിയത്. കൂഫയിൽ നിന്നുള്ള കൂഫി. ഹിജാസി ലിപി ആയിരുന്നു ആദ്യം, പിന്നീട് കൂഫിയായി. ഇത് ഉമവിയാക്കളുടെ കാലത്താണ്. പിന്നീട് അബ്ബാസിയക്കാരുടെ കാലത്താണ് മറ്റ് ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ ചേർത്ത് ഖുർആൻ്റെ അർത്ഥം അറിയാത്തവർക്കും എളുപ്പത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാകത്തിലേക്ക് ഇപ്പം കാണുന്ന രീതിയിലേക്ക് ഇത് വികസിപ്പിച്ച് കൊണ്ടുവരുന്നത്. അബ്ബാസിയക്കാരുടെ ഈ ഒരു ലിപിക്ക് നസ്ഖ് എന്നാണ് പറയുന്നത്. നസ്ഖി സ്ക്രിപ്റ്റ്, നസ്ഖി ലിപി. അബ്ബാസിയക്കാരുടെ ആ കാലം മുതൽക്ക് നമ്മുടെ ഈ കാലത്തുള്ള മുസ്ഹഫും ഈ നസ്ഖി ലിപിയിലാണ് ഉള്ളത്. ഇന്നുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളും പാരായണം ചെയ്യുന്നത് ഒരേ ഖുർആൻ തന്നെയാണ്. സുന്നികളും ഷിയാക്കളും ഇബാദികളും മറ്റുള്ളവരുമൊക്കെ ഖുർആൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. മുസ്ഹഫ് ഉസ്മാൻ തന്നെയാണ് അവർ പാരായണം ചെയ്യുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രമപ്പെടുത്തിയപ്പോൾ മറ്റ് ഭാഷാ വ്യത്യാസങ്ങളൊക്കെ ഏകോപിപ്പിച്ച് ഖുറൈശി ഭാഷാ രീതിയിൽ മാത്രമാക്കി മാറ്റി എന്ന് പറഞ്ഞല്ലോ. അന്നത്തെ ഖുർആൻ അങ്ങനെ ഖുറൈശി ഭാഷാ രീതിയിലായി. പക്ഷെ അന്നും മറ്റുള്ള ഭാഷാ രീതിയിൽ അന്നത്തെ ആളുകൾ ഖുർആൻ പാരായണം ചെയ്ത് പോന്നിരുന്നു. എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഖുറൈശി ഭാഷയിൽ മാത്രമാണ്. ഇത്തരത്തിലുള്ള പാരായണ ഭേദങ്ങൾ പിൽക്കാലത്ത് ക്രമപ്പെടുത്തി നിലനിർത്തി പോന്നിട്ടുണ്ട്. ഇതിന് ഖിറാഅത്ത് എന്നാണ് പറയുന്നത്, പാരായണം. ഇതിൽ അംഗീകരിക്കപ്പെട്ട 10ഓളം പാരായണ ശൈലികൾ ഇന്നുമുണ്ട്. അതിൽ നമ്മുടെ നാട്ടിലും ചുറ്റും ലോകമെമ്പാടുമുള്ള 90% മുസ്ലിങ്ങളും പാരായണം ചെയ്യുന്നത് ആസിം അൽ കൂഫി എന്ന പാരായണ ശൈലിയാണ്, അഫ്സൻ ആസിം. ഇത് കൂടാതെ കൂഫയിൽ നിന്ന് തന്നെ 2 പാരായണ ശൈലികൾ വേറെയുണ്ട്. കൂടാതെ മക്കിയുണ്ട്, മദനിയുണ്ട്, ബസരിയുണ്ട്. അങ്ങനെ 10ഓളം പാരായണ ശൈലികൾ ഇന്നുമുണ്ട്. ഈ പാരായണ വ്യത്യാസങ്ങളാണ് പലപ്പോഴും വ്യത്യസ്തമായ ഖുർആനാണെന്ന് പറഞ്ഞ് മുസ്ലിം വിരോധ ചർച്ചകളിൽ പലപ്പോഴും വിഷയമായി വരാറുള്ളത്. ഇത് വ്യത്യസ്തമായ 10 പാരായണ ശൈലികൾ മാത്രമാണ്. ഇതിലെ ഉച്ചാരണത്തിലും വാക്കുകളുടെ പ്രയോഗത്തിലും നീട്ടുന്നതിലും നിർത്തുന്നതിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് നോർത്ത് ആഫ്രിക്കയിലുള്ള മുസ്ലിങ്ങളൊക്കെ പാരായണം ചെയ്യുന്നത് മദനി ശൈലിയിലാണ്, നാഫി അൽ മദനി. ഇത്തരത്തിലുള്ള ഖുർആനുകളിൽ ആയത്തുകളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. ആ ഒരു ആയത്തുകൾ അവസാനിപ്പിച്ചതിലുള്ള ഒരു രീതിയുടെ വ്യത്യാസം മാത്രമാണ്. അതല്ലെങ്കിൽ ഖുർആൻ്റെ ഉള്ളടക്കത്തിൽ മുസ്ഹഫ് ഉസ്മാൻ തന്നെയാണ് എല്ലാവരും ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപുരാതനമായിട്ടുള്ള ചില ഖുർആൻ്റെ ലിഖിതങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലത് ഒന്ന് കാണിക്കാം. മുസ്ഹഫ് തഷ്കന്ത്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നിന്ന് ഉള്ളതാണെന്ന് പറയുന്നു. ഇത് ഉസ്ബെക്കിസ്ഥാനിൽ തഷ്കന്ത് എന്ന സ്ഥലത്താണ്. ഹിജാസി ലിപിയിലാണ് ഇതുള്ളത്. ആ സമയത്തുള്ളൊരു മൃഗത്തോലിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ മുസ്ഹഫിനെ കുറിച്ചാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തക്കറ ഉള്ള മുസ്ഹഫ് എന്ന രീതിയിൽ പറയാറുള്ളത്. മുസ്ഹഫ് തഷ്കന്ത്. ഇത് ആ ലിപിയിലുള്ള മറ്റൊരു മുസ്ഹഫിൻ്റെ പകർപ്പാണ്, ഹിജാസി. വായിക്കാൻ പാടാണ്. ഇത് തഷ്കന്ത് മുസ്ഹഫിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇത് കൈറോയിൽ നിന്നുള്ള ഹുസൈനി മുസ്ഹഫാണ്. ഇതും ആദ്യകാലത്തെ ഒരു മുസ്ഹഫാണ്, മൃഗത്തോല് തന്നെയാണ്. ഇതിന് ഹുസൈനി എന്ന് പറയുന്നത് ആ പേരിലുള്ള ഒരു പള്ളി അവിടെ ഉണ്ട്, അവിടെയാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹുസൈനി മുസ്ഹഫ് എന്ന് പറയുന്നതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി അയച്ച ആദ്യ പകർപ്പുകളിൽപ്പെട്ട ഒന്നാണിതെന്ന് പറയാറുണ്ട് കൈറോയിൽ. ഹുസൈനി മുസ്ഹഫ്. ഇത് വേറെ ടോപ്പ് കെ പാലസ് മ്യൂസിയം ഇസ്താംബൂളിലാണ്. ഇതും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നിന്നുള്ളതാണെന്നാണ് പറയുന്നത്.
ഇതും മായൻ ലിപിയിലുള്ളതാണ്, ഇജാസി. ഇത് ഉമവിയക്കാരുടെ കാലത്തുള്ള ഒരു മുസ്ഹഫാണ്. ഇത് അൽ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ മുസ്ഹഫാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു രാജകീയ പകർപ്പാണ് എന്നാണ്. ഇത് അബ്ബാസിയക്കാരുടെയും മറ്റേ ഈ ഫാത്തിമക്കാരുടെ ഒക്കെ ആ ഒരു കാലത്ത് നിന്നുള്ളതാണെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അത്യാഡംബര വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു മുസ്ഹഫിൻ്റെ ഭാഗങ്ങൾ വ്യത്യസ്തമായ പല മ്യൂസിയങ്ങളിലായിട്ട് ഇന്നും ഉണ്ട്. തുനീഷ്യയിലും ന്യൂയോർക്കിലും പാരീസിലും ഒക്കെ ഉണ്ട്. ബ്ലൂ മുസ്ഹഫ്, മുസ്ഹഫുൽ അസ്റഖ്. അപ്പോൾ അത്രയൊക്കെയാണ് ഖുർആനെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ ഗസാലി ഇമാമിൻ്റെ ഒരു വരിയുണ്ട്, ഖുർആൻ ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. അതിലെ വാക്യങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കുകയും പ്രകാശിപ്പിക്കുകയും ദൈവീക സത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഗസാലി ഇമാമിൻ്റെ വരിയാണ്.